കായംകുളത്ത് LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ തുടർ നടപടികൾക്ക് LDF ഒരുങ്ങുന്നു. ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പോലീസിലും പരാതി കൊടുക്കും. ഇർഷാദിനെതിരെ സ്വീകരിച്ച നടപടി ഉയർത്തി കാണിച്ച് പ്രതിരോധിക്കാനാണ് ഇപ്പോൾ UDFന്റെ നീക്കം. അശ്വിൻ പാലാവഴി വിവരങ്ങളുമായി ചേർന്നു ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. കായംകുളത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. LDFനെ സംബന്ധിച്ച് അത് വനിതാ സ്ഥാനാർത്ഥിക്കെതിരായ കടുത്ത അധിക്ഷേപമായി അവർ ഉയർത്തിക്കാട്ടുന്നു. പ്രചരണ രംഗത്തെല്ലാം ആ പ്രചരണം സജീവവുമാണ്. ഇന്നിപ്പോൾ ഇതാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കായംകുളത്തൊരു വലിയ പ്രതിഷേധ പ്രകടനമടക്കം സംഘടിപ്പിച്ചിരിക്കുന്നു. CS സുജാതയുടെ നേതൃത്വത്തിൽ. അത് ഈ ലീഗ് നേതാവിന്റെ UDF കൺവീനറായിരുന്ന ലീഗ് നേതാവ് ഇർഷാദ് ചക്കാലശ്ശേരിയുടെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെയാണ്. മുസ്ലിം ലീഗ് ഒപ്പം UDF ഒക്കെ ഈ ഇർഷാദിനെതിരെ നടപടിയെടുത്തെങ്കിലും അതുകൊണ്ടൊന്നും തീരില്ല എന്നുള്ളതാണ് LDF പറയുന്നത്. അതേസമയം എടുത്ത നടപടിയിൽ ഈ LDF പ്രചരണത്തിന്റെ മുനയൊടിക്കുകയാണ് UDFന്റെ ലക്ഷ്യം. കൃത്യമായ സമയത്ത് കൃത്യമായ നടപടിയെടുത്തു എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പ്രചരണം. എന്തായാലും യു പ്രതിഭയ്ക്കെതിരായ ഈ സ്ത്രീവിരുദ്ധ പരാമർശം നിലവിൽ വലിയ വിവാദങ്ങൾ കായംകുളത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ നിയമ നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് LDF. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമൊപ്പം പോലീസിലും ഈ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ ലീഗ് നേതാവിനെതിരെ ഔദ്യോഗികമായ പരാതി നൽകാനും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകാനുമാണ് മുന്നണി തീരുമാനം. അല്പസമയത്തിനുള്ളിൽ യു പ്രതിഭ MLA മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ എന്താണ് തുടർ നടപടി എന്നുള്ള കാര്യം അവർ വിശദീകരിക്കും. അതിനൊപ്പം ഈ ഇർഷാദ് ഇതിൽ ഒരു ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രസ്താവന പിൻവലിക്കാനോ അതിൽ ആത്മാർത്ഥമായി മാപ്പ് പറയാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇർഷാദ് ഏതെങ്കിലും തരത്തിലുള്ള നിലപാടിലേക്ക് ഇനി പോകുമോ എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സ്ത്രീവിരുദ്ധ പ്രചരണം ശക്തമായ വിഷയമായി മാറുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.